ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു റിക്വസ്റ്റ് എന്ന വീഡിയോ ആട്ടോ. ഇത് കുക്കീസാണ് നമ്മൾ ചെയ്യുന്നത്. അത് ബട്ടറൊന്നും ഇല്ലാതെ ഓവനും ഇല്ലാതെ ചെയ്യണം എന്നാണ് ആ കുട്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ബട്ടറും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. വെള്ളമൊന്നും കാണരുത്, നല്ല ഡ്രൈ ആയിരിക്കണം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ വാനില എസൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്തത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം കേട്ടോ. പൈനാപ്പിൾ എസൻസ് മേടിക്കാൻ കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും യൂസ് ചെയ്യുക. വാനില ആണെങ്കിൽ വാനില എസൻസ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണ് ഇപ്പോൾ വാനില എസൻസ് ചേർത്തത്. മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്താൽ മുട്ടയുടെ ആ ഒരു മണം ഒട്ടും തന്നെ കാണില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനലിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തതാണ് ഒരു കുട്ടി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഏത് റിഫൈനഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നിന്നും കുറച്ച് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ചേർക്കാം. ഇത് ഇച്ചിരി കൂടെ ഫ്ലോർ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരെണ്ണത്തിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മൈദ കൂടി ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. എന്നാലേ ആ ഒരു കറക്റ്റ് പരുവാവത്തുള്ളൂ. അപ്പോൾ ഒരുപാട് മൈദയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഒരു 2 ടീസ്പൂൺ മൈദ ഞാൻ ചേർത്തു കേട്ടോ. 1 ടീസ്പൂണും കൂടെ ചേർത്തു. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരുപാട് ചേർത്ത് അങ്ങ് ഭയങ്കര ഹാർഡായിട്ട് എടുക്കരുത്. അപ്പോൾ അതേ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. യെല്ലോ കളറിലുള്ള ഈ ഒരു ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലായിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് വേണം ഇത് വെച്ച് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കി ഡോ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ കുക്കി ഡോ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അങ്ങ് മൈദ ഇട്ട് അങ്ങ് കട്ടിയാക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് ലൂസ്, എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് കട്ടി കുറയ്ക്കാൻ പാടില്ല. ചെറിയൊരു തിക്നെസ്സിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലുള്ള കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഷേപ്പർ ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 കുക്കീസൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനൊരു 3 സ്റ്റാർ ഷേപ്പിൽ ഇവിടെ കുക്കി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് ഈ ഒരു കുക്കി കട്ടർ ഇല്ലാതെ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടി വേണ്ട കേട്ടോ. കുറച്ച് കട്ടി കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് ഫ്ലാറ്റാക്കി എടുക്കുക. ഒരുപാട് കട്ടിക്ക് എടുത്താൽ ഇത് ബേക്കായിട്ട് വരാൻ നല്ല പാടായിരിക്കും. പിന്നെ ഇത് ഞാൻ റെഡ് കളറിൽ എടുത്തിട്ടുള്ള കുക്കിയാണ്. നമുക്കിഷ്ടമുള്ള ഇതുപോലുള്ള ഷേപ്പർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ഷേപ്പർ നമുക്ക് ഓൺലൈനിൽ കിട്ടും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് തരാം, പറഞ്ഞാൽ മതി. ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, കുക്കി കട്ടറിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ റെഡ് കളറിലുള്ള കുക്കിയും നമ്മളിത് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു റെഡ് കളറിലെ കുക്കി ഞാൻ ഇതുപോലെ ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചോക്ലേറ്റും ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിനാക്കിയെടുക്കും കേട്ടോ, ഒരു ബോൾ ഷേപ്പിനാക്കിയെടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 2 ഷെയ്ഡിൽ കുക്കി റെഡിയാക്കിയിട്ട് എടുക്കാം. ശരിക്കും നല്ല വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല കളർഫുൾ അല്ലേ. പിന്നെ കളറൊക്കെ വേണമെങ്കിൽ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ കണ്ടോ, ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഷേപ്പ് കിട്ടും. കണ്ടോ, രണ്ടും കൂടെ മിക്സ് ചെയ്ത്. ഇതൊന്നും നമുക്ക് കുക്കി കട്ടറിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഷേപ്പാണ്. ഒരുപാട് കട്ടിക്ക് എടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ, കട്ട് കുറച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു യെല്ലോ കളറും അതുപോലെ കൊക്കോ പൗഡർ ചേർത്ത് ആ ഒരു കുക്കിയും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതും ഒന്ന് ഫ്ലാറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം കുക്കീസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്, കുറച്ച് ഓവൻ ഇല്ലാതാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവനിൽ ചെയ്യുന്നത്, ഓവനിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു തട്ട് കിട്ടും കേട്ടോ. എൻ്റെ ഓവൻ ഏതാണെന്ന് കുറേ പേര് ചോദിച്ചു. എൻ്റെ പ്രസ്റ്റീജിൻ്റെ 19 ലിറ്ററിൻ്റെ ഓവനാണ്. പക്ഷേ കുറച്ചുകൂടി വലുത് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വലുതാവുന്ന സമയത്ത് നമുക്ക് 2 കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് 2 കേക്കൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ ഓവൻ മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇപ്പോൾ എൻ്റേത് ചെറിയ ഒരു ഓവനാണ്, 19 ലിറ്ററേ ഉള്ളൂ. അപ്പം ഞാൻ ഓവൻ്റെ കൂടെ കിട്ടിയ ആ ഒരു തട്ടിലേക്ക് നമ്മുടെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ കുക്കി ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ നേരെ ഓവനിൽ വെക്കുകയാണ്. അടുത്തത് ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലെ റൗണ്ട് ഷേപ്പിനൊരു ടിന്നെടുത്തു, ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു, കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് കുക്കി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് അകലം പാലിച്ച് വേണം കുക്കീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അടുപ്പിച്ച് വെക്കാൻ പാടില്ല. പിന്നെ ഓവനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വേണം കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 25 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. എൻ്റെ ഓവൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓവൻ ഇല്ലാതാണെങ്കിൽ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് അടുക്കി വെക്കുക കേട്ടോ, അകലം പാലിച്ച് വെക്കുക. ഓവൻ ഇല്ലാതാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇഡലി കുക്കറാണ്. ഞാൻ 5 മിനിറ്റ് ആദ്യം ഈ ഒരു ഇഡലി പാത്രം നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ചൂടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കുക്കീസ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഈ ഇഡലി പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് കുക്കീസിൻ്റെ ആ ഒരു ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ചത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 20 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ചൂടാറുന്ന സമയത്താണ് ഇത് ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബട്ടറൊന്നും ആവശ്യമില്ല. ഓയിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുക്കീസാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് പുറത്തെടുത്താൽ മതി, ചൂടാറുന്നതിന് മുന്നേ എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചതും അവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും ചൂടാറിയിട്ട് നമുക്കിത് പുറത്തെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പുറത്തെടുത്ത് വെക്കുക. ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നിന്ന് പുറത്തെടുക്കുന്ന കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിനുള്ളിൽ നിന്നും പുറത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, നല്ല വിശേഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് സ്റ്റാർ ആവാൻ പറ്റിയ കുക്കീസാണ്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ കളറ് വേണ്ട എന്നുള്ളവർക്ക് തീർച്ചയായും കളറ് ചേർക്കാതെ തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും ഇത് പരീക്ഷിക്കുക. പിന്നെ നിങ്ങളുടെ കമൻസുകൾ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പറയുന്ന റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. കുറച്ച് താമസിച്ചാലും ശരി, ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പം ഓരോന്ന് നോക്കി വരികയാണ്. ഞാൻ ഒരുപാട് പേര് പല റെസിപ്പീസ് പറയുന്നുണ്ട്. ശരിക്കും ഇത് നല്ല ക്രിസ്പി ആട്ടോ. കണ്ടോ നല്ല ക്രിസ്പിയാണിത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒരുപാട് റെസിപ്പീസൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യും. ഞാൻ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമൻസ് വന്ന് ഒരുപാട് കമൻസ് അല്ലേ നമുക്ക് വരിക. അപ്പോൾ ഒരുപാട് പേര് റെസിപ്പീസ് ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇപ്പം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നോട്ട് അനുസരിച്ചിട്ട് ഞാൻ എല്ലാവരുടെ റെസിപ്പിയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻസുമാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ കമൻസിനും ഞാൻ 1-2 ദിവസം താമസം എടുത്താലും ശരി റിപ്ലൈ തന്നിരിക്കും കേട്ടോ. എല്ലാവരുടെ കമൻസിനും റിപ്ലൈ തരും. പിന്നെ നമ്മുടെ ബേക്കിംഗ് വ്ളോഗ് ഒരു 3-4 കൂടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓവനെ കുറിച്ചിട്ട് പറയണം, അതുപോലെ തന്നെ ഓവനില്ലാതെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബേക്കിംഗ് വ്ളോഗിൽ ചെയ്യാം. എന്തായാലും ഞാൻ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.